അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ ജമാഅത്ത് വലിയ അഭിമാനമാണ്. സഹറത്തുൽ ഖുർആൻ, അതിൽ ആ പേര് കേൾക്കുമ്പോൾ തന്നെ പരിശുദ്ധമായ ഖുർആനിന്റെ വാചകം ചേർത്തുകൊണ്ടുള്ള നല്ല ഒരു ടൈറ്റിലാണ്. ഞാൻ കൂടുതൽ ദീർഘിച്ചു കൊണ്ടുപോകുന്നില്ല. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്, പരിശുദ്ധമായ ഖുർആനിന്റെ ഒരു വാചകമാണ്. എന്തുകൊണ്ടാണ് 6-ാം നൂറ്റാണ്ടിലെ ആളുകളോട് നിങ്ങൾ ആ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ എന്ന് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്? ಏಕೆಂದರೆ ಅಂದಿನ ಕಾಲಘಟ್ಟದಲ್ಲಿ 6ನೇ ಶತಮಾನದಲ್ಲಿ ಜೀವಿಸುತ್ತಿರುವಂತಹ ಒಂದು ಸಮುದಾಯ, ಆ ಸಮುದಾಯದಕ್ಕೆ ಅವರಿಗೆ ವಿದ್ಯಾಭ್ಯಾಸವಿರಲಿಲ್ಲ. ತಂದೆಯನ್ನು ತಾಯಿಯನ್ನು ಮಕ್ಕಳನ್ನು ಯಾವ ರೀತಿ ಪೋಷಿಸಬೇಕು, ಯಾವ ರೀತಿ ಕಾಣಬೇಕು ಎಂಬಂತಹ ಸಿಕ್ಕ ಒಂದು ವಿದ್ಯಾಭ್ಯಾಸ ಇಲ್ಲದಂತಹ ಒಂದು ಸಮುದಾಯಕ್ಕೆ ಬಂದಂತಹ ಪ್ರವಾದಿ ಪೈಗಂಬರ್ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಅವರಿಗೆ ದೈವರಿಂದ ಒಂದು ಬರುವಂತಹ ಪವಿತ್ರವಾದ ಕುರ್ಆನ್. ಅಫಲಾ ಯಂದುರೂನ ಇಲಲ್ ಇಬ್ಲಿ ಕೈಫ ಖುಲಿಕತ್, ಕ್ಯಾಮಲ್ ಅದನ್ನು ಯಾವ ರೀತಿ ನಾವು ಸೃಷ್ಟಿಸಿದ್ದೇವೆ ಎಂದು ಪರಿಶುದ್ಧವಾದ ಕುರ್ಆನ್ ಹೇಳುತ್ತದೆ. നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ എന്തുകൊണ്ട് ഒട്ടകത്തിലേക്ക് നോക്കാൻ വേണ്ടി പറയുന്നത്? ഇവിടെ പശുവിനെ കുറിച്ച് പറയുന്നുണ്ട്, ആടിനെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ ആടിനെ പോലെ പശുവിനെ പോലെ മറ്റു മൃഗങ്ങളെ പോലെയല്ല ഒട്ടകം. ഒട്ടകത്തിന് ഒരുപാട് അത്ഭുതങ്ങളുണ്ട്. ഒരുപാട് സമയത്തോളം മറുഭൂമിയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു വാഹനമാണ് ഒട്ടകം. ഇന്ന് ഒരുപാട് പണക്കാരുടെ കയ്യിൽ ഫെറാറി കാറുണ്ടെങ്കിൽ, ഒരുപാട് ബെൻസ് കാറുകൾ ഉണ്ടെങ്കിൽ, 6ാം നൂറ്റാണ്ടിൽ ആളുകൾ ബെൻസായി നടന്നിരുന്ന, ഫെറാറിയായി നടന്നിരുന്ന ഏറ്റവും മുതിർന്ന ഒരു വാഹനമായിരുന്നല്ലോ ഒട്ടകം. ആ ഒട്ടകത്തെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ ചിന്തിക്കാൻ വേണ്ടി പറയുകയാണ്. ആ ഒട്ടകത്തിന് 3 കൺപോളകളുണ്ട്. എന്തിനാണ് അല്ലാഹു സംവിധാനം ചെയ്തത്? വളരെ വിലമതിക്കുന്ന ക്യാമറകൾക്ക് പോലും പിടികിട്ടാൻ പറ്റാത്ത രൂപത്തിൽ മറുഭൂമികളിലുള്ള ജന്തുക്കളെ തിരിച്ചറിയാൻ പറ്റുന്ന രൂപത്തിലുള്ള കൺപോളകളെയും കണ്ണുകളെയും അല്ലാഹു അതിന് നൽകിയിട്ടുണ്ട് എങ്കിൽ ഇന്നത്തെ ശാസ്ത്രം അതിനെ സ്ഥിരപ്പെടുത്തുന്നുണ്ട്. ആ ഒട്ടകത്തിന്റെ കാൽപാദങ്ങളൊന്ന് ഞങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മറുഭൂമിയിൽ താഴ്ന്നു പോകാതിരിക്കാൻ വേണ്ടി വിശാലമായി പരന്നിരിക്കുന്നതായ പാദങ്ങൾ എന്ന് മാത്രമല്ല, കാലങ്ങളോളം മാസങ്ങളോളം മറുഭൂമിയിൽ സഞ്ചരിക്കുമ്പോ ഒട്ടകത്തിന് വെള്ളം കിട്ടാത്ത രൂപത്തിലുള്ള സാഹചര്യം അതിന്റെ കൂടെയുള്ള യാത്രികർക്ക് അനുഭവപ്പെടുമ്പോ അവരുടെ സൗകര്യത്തിന് വേണ്ടി മാസങ്ങളോളം ഷെയർ ചെയ്ത് മാസങ്ങളോളം കൂട്ടിവെക്കാനുള്ള വെള്ളം കൂട്ടിവെക്കാനുള്ള സൗകര്യം അത് ആ ഒട്ടകത്തിൽ അല്ലാഹു ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, വെള്ളത്തിന്റെ അംശം എത്രയും പെട്ടെന്ന് കുറയാത്ത രൂപത്തിലുള്ള മറ്റു മൃഗങ്ങളെക്കാൾ വ്യത്യസ്തമായി ഒട്ടകത്തിന്റെ ശരീരത്തിൽ ബ്ലഡ് പ്രഷർ അല്ലാഹു മാറ്റിവെച്ചിട്ടുണ്ട് എന്ന് ഇന്നത്തെ ആധുനിക യുഗത്തിലെ ശാസ്ത്രങ്ങൾ പറയുന്നു. എന്റെ ഈമാനുള്ള ശബ്ദം കേൾക്കുന്ന മുഅ്മിനീങ്ങളെ, ആ കാലത്തുള്ള 6ാം നൂറ്റാണ്ടിലെ വിദ്യാഭ്യാസമില്ലാത്ത ആളുകളോട് നിങ്ങളൊന്ന് DNA കുറിച്ച് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ AI കുറിച്ച് വിചാരിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആധുനികമായുള്ള ഏതെങ്കിലും കാര്യത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ, ആ സമുദായം ശൂന്യം നോളേജ് ആയിരുന്ന ഒരു സമുദായമായിരുന്നു. അതുകൊണ്ട് അവരോട് പറഞ്ഞു, അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്. അറബി സാമ്രാജ്യ തലവന്മാർ നൂറുകണക്കിന് ഒട്ടകങ്ങളെ കയ്യിൽ പിടിച്ചുകൊണ്ട് നടന്നിരുന്ന ആളുകളോട് നിങ്ങൾ ഈ ഒട്ടകത്തെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? ഒട്ടകത്തിന്റെ മഹത്വം അവർക്കറിയാം. അതുകൊണ്ടാണ് ഓരോ കാലത്തിനും അനുയോജ്യമാകുന്ന രൂപത്തിൽ പരിശുദ്ധമായ ഖുർആനിന്റെ ഓരോ വാചകങ്ങൾ അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഉണർത്തിയെന്ന് മാത്രമേ ഉള്ളൂ. എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ഖുർആൻ പിഞ്ചു പൈതലുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങളെ പിഞ്ചു മക്കൾ വയസ്സായ 3-4 വയസ്സായ മക്കളുണ്ടെങ്കിൽ